ഹഷ്മണി കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ശേഷം ന്യൂയോർക്കിലെ ട്രംപ് ടവറിൽ നടത്തിയ ആദ്യ വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ജോ ബൈഡനെതിരെയും വിധി പറഞ്ഞ ജഡ്ജിക്കെതിരെയും ഡൊണാൾഡ് ട്രംപ് അക്ഷരാർത്ഥത്തിൽ ആഞ്ഞടിക്കുകയായിരുന്നു. So we have a judge who's highly conflicted. You're literally crucified by this man who looks like an angel, but he's really a devil. ജൂലൈ 11 തന്നെ ജയിലിലടയ്ക്കുവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ ട്രംപ് ചെറിയ ജയിൽ ശിക്ഷയും പിഴയും നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും പറഞ്ഞു. 77-ാം വയസ്സിൽ ജയിലിൽ കിടക്കേണ്ടി വരുന്നതിന്റെ ആശങ്കയും ട്രംപ് പങ്കുവച്ചു. കോടതി വിധിക്കെതിരെ മേൽക്കോടതിയിൽ ഹർജി നൽകുമെന്നും ട്രംപ് പറഞ്ഞു. കേസിലെ പല വിഷയങ്ങളിലും വിയോജിപ്പുണ്ടെന്ന് പറഞ്ഞ ട്രംപ് ജഡ്ജി ഒരു സ്വേച്ഛാധിപതിയെ പോലെയാണ് പെരുമാറിയതെന്നും പറഞ്ഞു. സാക്ഷികളെ അനുവദിച്ചില്ല, സംസാരിക്കുവാൻ അനുവദിച്ചില്ല, നീതി ഉറപ്പാക്കുവാനായി ഒന്നും ചെയ്യുവാൻ അനുവദിച്ചില്ലെന്ന് ട്രംപ് കുറ്റപ്പെടുത്തി. കോടതി വിധി രാഷ്ട്രീയ പ്രചരണത്തിന് ആയുധമാക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. വിധി വന്ന ദിവസം മാത്രം ട്രംപിന്റെ അക്കൗണ്ടിൽ ഒഴുകിയെത്തിയത് $34 മില്യൺ. അതേസമയം ട്രംപിനെ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത് നിയമവാഴ്ചയുടെ വിജയമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര, 24.